ഇറാൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ ആക്സിയോസിന്റെ റിപ്പോർട്ടുകളാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതും ഇതിന്റെ ഭാഗമായി ഇറാനെതിരെ വ്യാഴാഴ്ച രാത്രി നടത്താനിരുന്ന വ്യോമാക്രമണങ്ങൾ ട്രംപ് പെട്ടെന്ന് റദ്ദാക്കിയതുമാണ് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ ചർച്ചകളെക്കുറിച്ചോ കരാറിനെക്കുറിച്ചോ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും വിവരങ്ങൾ അറിയാനായി അദ്ദേഹം ട്രംപുമായി അടുത്ത വൃത്തങ്ങളെ നിരന്തരം ബന്ധപ്പെടുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനായിരുന്നു ട്രംപിന്റെ നീക്കം. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരേ നിലപാടിലായിരുന്ന ഇരു രാജ്യങ്ങളും ഇപ്പോൾ വ്യത്യസ്തമായ താൽപ്പര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. അമേരിക്കയിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇന്ധനവില നിയന്ത്രിക്കേണ്ടത് ട്രംപിന് അത്യാവശ്യമാണ്. യുദ്ധം കാരണം വിലക്കയറ്റം ഉണ്ടായെന്നും അമേരിക്ക മറ്റൊരു യുദ്ധച്ചതുപ്പിൽ പെട്ടെന്നും കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. അതിനാൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ ഇസ്രായേലിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ താൻ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന വലിയ ആഭ്യന്തര സമ്മർദ്ദത്തിലാണ് നെതന്യാഹു. 2 വർഷത്തിലേറെയായിട്ടും ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ പൂർണ്ണമായി തകർക്കാനോ ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കാനോ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നതിൽ ഇസ്രായേൽ ജനതയ്ക്ക് കടുത്ത രോഷമുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം 2 വർഷത്തിലേറെയായി തുടരുന്ന അശാന്തിക്ക് ശേഷവും ഗസയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ നിയന്ത്രണത്തിലാണ്. ഹിസ്ബുള്ള ലെബനനിൽ നിന്ന് റോക്കറ്റുകൾ വർഷിക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയും തകരാതെ അവശേഷിക്കുന്നുണ്ട്. സ്വന്തം നാട്ടിലെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ട്രംപിനെ വെല്ലുവിളിക്കാനും മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം ആളിക്കത്തിക്കുവാനും താൻ തയ്യാറാണെന്ന് നെതന്യാഹു പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഇതിനൊരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ച കണ്ടു. ആക്രമണം നടത്തരുതെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും നെതന്യാഹു ഇറാനെതിരെ ആക്രമണത്തിന് ഉത്തരവിട്ടു. ഇതോടെ ഇസ്രായേലിനോടും ഇറാനോടും ആക്രമണം ഉടൻ നിർത്താൻ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി അഭ്യർത്ഥിക്കാൻ US നേതാവ് നിർബന്ധിതനായി. ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതൃത്വം അംഗീകരിച്ച ഒരു കരട് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ആക്രമണങ്ങൾ റദ്ദാക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഈ കരാറിൽ അമേരിക്ക, ഇസ്രായേൽ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള എല്ലാ പ്രമുഖ രാജ്യങ്ങളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇതിനു പിന്നാലെ USഉം ഇറാനും തമ്മിലുള്ള ഈ ധാരണയിൽ തങ്ങൾ പങ്കാളികളല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. എങ്കിലും ഇറാന്റെ ആണവ സാമഗ്രികൾ നീക്കം ചെയ്യുമെന്നും ഭീകരവാദ ഗ്രൂപ്പുകൾക്കുള്ള അവരുടെ പിന്തുണ അവസാനിപ്പിക്കുമെന്നുള്ള ട്രംപിന്റെ ഉറപ്പിനെ നെതന്യാഹു സ്വാഗതം ചെയ്തിട്ടുണ്ട്. ട്രംപ് നെതന്യാഹു വ്യക്തിബന്ധത്തിലും വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആക്രമണം നിർത്തുവാനുള്ള ട്രംപിന്റെ ആവശ്യങ്ങൾ അവഗണിച്ച് കഴിഞ്ഞ ആഴ്ചയും നെതന്യാഹു ഇറാനിൽ ബോംബ് ആക്രമണം നടത്തിയിരുന്നു. ഇത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചു. തുടർന്ന് നടന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ ട്രംപ് നെതന്യാഹുവിനെ കടുത്ത ഭാഷയിൽ ചീത്ത വിളിക്കുകയും താൻ സഹായിച്ചതുകൊണ്ടാണ് നെതന്യാഹു ജയിലിൽ പോകാതിരുന്നതെന്നും ഇപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിനെ വെറുക്കാൻ കാരണം നെതന്യാഹു ആണെന്നും കുറ്റപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു.